പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. എങ്കിലേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ലോഗോസ് ക്വിസ് 2024 വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 13 ചോദ്യോത്തരങ്ങൾ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അധ്യായം ഒരു 2 വട്ടമെങ്കിലും വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചോദ്യം 1. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയ ഭരണാധികാരി ആര്? ഉത്തരം പീലാത്തോസ്. 2. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആര്? ഉത്തരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ. ചോദ്യം: ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയും കൂടുതൽ എന്തായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം പാപികളായിരുന്നു. ചോദ്യം: ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി എന്തു ചെയ്യുന്നില്ലെങ്കിലാണ് നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന് പറയുന്നത്? ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. ചോദ്യം: സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണപ്പോൾ എത്ര പേരാണ് മരിച്ചത്? ഉത്തരം 18 പേർ. ചോദ്യം: സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ ആരെക്കാൾ കുറ്റക്കാരായിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഉത്തരം അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ. ചോദ്യം: സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേർ കൊല്ലപ്പെട്ടതുപോലെ നിത്യമായി നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം പശ്ചാത്തപിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. മറ്റൊരു തരത്തിലും ഈ ചോദ്യം വരാം. മുൻപന്മാരെ കുറിച്ചും പിൻപന്മാരെ കുറിച്ചുമുള്ള യേശുവിന്റെ വചനം എഴുതുക. ഉത്തരം ഇത് തന്നെ. അപ്പോൾ മുൻപന്മാരാകുന്ന പിമ്പന്മാരും പിൻപന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടായിരിക്കും. 13:30. ചോദ്യം: അപ്പോൾ മുൻപന്മാരാകുന്ന പിമ്പന്മാരും പിൻപന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടായിരിക്കും എപ്പോൾ? ഉത്തരം കിഴക്കുനിന്നും പടിഞ്ഞാറു നിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അപ്പോഴാണ് മുൻപന്മാരാകുന്ന പിൻപന്മാരുടെ കാര്യം, പിൻപന്മാരാകുന്ന മുൻപന്മാരുടെ കാര്യവും ഈശോ പറയുന്നത്. ചോദ്യം: യേശുവിനെ ആര് കൊല്ലാൻ ഒരുങ്ങുന്നു എന്നാണ് ചില ഫരിസയർ വന്ന് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം ഹെറോദേസ്. ചോദ്യം: ഹെറോദേസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്നതിനാൽ എന്തു ചെയ്യാനാണ് ഫരിസയർ യേശുവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം അവിടം വിട്ടുപോകാനാണ് ആവശ്യപ്പെട്ടത്. അവിടം വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ജെറുസലേം വിട്ട് പോകാനാണ് ഫരിസയർ യേശുവിനോട് ആവശ്യപ്പെടുന്നത്. ചോദ്യം: നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. നിങ്ങൾ ആര്? കുറുക്കനാര്? ഉത്തരം നിങ്ങൾ എന്ന് പറയുന്നത് ഫരിസേയരെയും കുറുക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹെറോദേസിനെയുമാണ്. ചോദ്യം: ഇന്നും നാളെയും യേശു പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. എന്നാൽ എത്രാം ദിവസം തന്റെ ദൗത്യം പൂർത്തിയാക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം 3-ാം ദിവസം. ചോദ്യം: 3-ാം ദിവസം തന്റെ ദൗത്യം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ യേശു ഇന്നും നാളെയും മറ്റന്നാളും എന്ത് തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് അരുളി ചെയ്തത്? ഉത്തരം പിശാചുക്കളെ പുറത്താക്കലും രോഗശാന്തി നൽകലും. ചോദ്യം: എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം ജെറുസലേമിന് പുറത്തുവച്ച്. ചോദ്യം: ആരെ കൊല്ലുന്നവളെന്ന ഖ്യാതിയാണ് ജെറുസലേമിനുള്ളത്? ഉത്തരം അവിടേക്ക് അയക്കപ്പെടുന്ന പ്രവാചകന്മാരെ കൊല്ലുന്നവളെന്ന ഖ്യാതിയാണ് ജെറുസലേമിനുള്ളത്.
ചോദ്യം: പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന് യേശു അഭിസംബോധന ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം: ജെറുസലേമിനെയാണ്. ചോദ്യം: ജെറുസലേം എന്ന് പറഞ്ഞാൽ ജെറുസലേം നിവാസികൾ എന്ന് അർത്ഥം വരുന്നു. ചോദ്യം: ജെറുസലേം നിവാസികളെ ഒന്നിച്ചു ചേർക്കുന്നതിന് യേശു ആഗ്രഹിച്ചെങ്കിലും അവർ സമ്മതിക്കായകയാൽ അവർ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് യേശു പ്രഖ്യാപിച്ചത്? ഉത്തരം: ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു എന്നാണ് യേശു പ്രഖ്യാപിച്ചത്. ചോദ്യം: ജെറുസലേം നിവാസികളോട് യേശു അവർ എന്ത് പറയുന്നതുവരെ തന്നെ കാണുകയില്ല എന്നാണ് അറിയിക്കുന്നത്? ഉത്തരം: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നതുവരെ യേശുവിനെ കാണുകയില്ലെന്നാണ് യേശു അവരെ അറിയിക്കുന്നത്. ചോദ്യം: യജമാനൻ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്തിവൃക്ഷത്തിൽ നിന്ന് എത്ര വർഷമായി ഫലം അന്വേഷിക്കും? യജമാനൻ നട്ടുപിടിപ്പിച്ചത് എവിടെയായിരുന്നു? ഉത്തരം: ഒരു മുന്തിരി തോട്ടത്തിൽ. ചോദ്യം: 3 വർഷമായി അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചിട്ടും ഒന്നും കാണാതിരുന്നതുകൊണ്ട് യജമാനൻ കൃഷിക്കാരനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം: വെട്ടിക്കളയാൻ. ആ മരം വെട്ടിക്കളയാനാണ് യജമാനൻ കൃഷിക്കാരനോട് ആവശ്യപ്പെട്ടത്. ചോദ്യം: ഫലം തരാത്ത അത്തിവൃക്ഷത്തെ വെട്ടിക്കളയുന്നതിന് മുമ്പായി യജമാനോട് കൃഷിക്കാരൻ എത്ര വർഷം കൂടി അത് നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്? ഉത്തരം: 1 വർഷം കൂടി. ചോദ്യം: ഫലം തരാത്ത അത്തിവൃക്ഷം 1 വർഷം കൂടി നിർത്തിയാൽ ഫലം നൽകുന്നതിനായി താൻ എന്തു ചെയ്യാമെന്നാണ് കൃഷിക്കാരൻ അറിയിച്ചത്? ഉത്തരം: അതിന്റെ ചുവട് കിളച്ച് വളം ഇടാം എന്നാണ് കൃഷിക്കാരൻ അറിയിച്ചത്. ചോദ്യം: കൂനുള്ള സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയത് എവിടെ വച്ചായിരുന്നു? ഉത്തരം: ഒരു സിനഗോഗിൽ വച്ചായിരുന്നു. ചോദ്യം: യേശു സുഖപ്പെടുത്തിയ കൂനിയായ സ്ത്രീ എത്ര വർഷമായി രോഗിയായിരുന്നു? ഉത്തരം: 18 വർഷമായി. ചോദ്യം: 18 വർഷമായി കൂന് ബാധിച്ച സ്ത്രീയെ സുഖപ്പെടുത്താൻ യേശു അരുളി ചെയ്ത വചനമെന്ത്? ഉത്തരം: സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം: എവിടെ നിന്നുള്ള ജനങ്ങളൊക്കെ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നാണ് യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ പഠിപ്പിക്കുക? ഉത്തരം: കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും. ചോദ്യം: കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. ലൂക്ക സുവിശേഷകൻ ഈ വചനത്തിന് ശേഷം പറയുന്ന വചനമേത്? ഉത്തരം: അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. ചോദ്യം: സിനഗോഗിൽ യേശു കണ്ടെത്തിയ കൂനിയായ സ്ത്രീ നിവർന്നു നിന്നത് യേശു എന്തു ചെയ്തപ്പോഴാണ്? ഉത്തരം: അവളുടെ മേൽ കൈകൾ വച്ചപ്പോൾ. ചോദ്യം: സിനഗോഗിൽ യേശു സുഖപ്പെടുത്തിയ കൂനിയായ സ്ത്രീ നിവർന്നു നിന്ന ശേഷം എന്തു ചെയ്തു? ഉത്തരം: ദൈവത്തെ സ്തുതിച്ചു. ചോദ്യം: ഒരു യഹൂദന് ഏതു ദിവസമാണ് രോഗശാന്തി നേടാൻ സാധ്യമല്ലാത്തത്? ഉത്തരം: സാബത്ത് ദിവസം. ചോദ്യം: യേശു കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ സിനഗോഗാധികാരി കോപിച്ചതെന്തിന്? ഉത്തരം: സാബത്തിൽ രോഗശാന്തി നൽകിയതിന്. ചോദ്യം: കൂനിയായ സ്ത്രീയെ യേശു സുഖപ്പെടുത്തിയപ്പോൾ സിനഗോഗാധികാരി കോപിച്ച് ജനങ്ങളോട് ഏതു ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടുവാനാണ് ഉപദേശിച്ചത്? ഉത്തരം: ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളിൽ. ചോദ്യം: കൂനിയായ സ്ത്രീയെ സാബത്തിൽ സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗാധികാരിയോട് യേശു മനുഷ്യൻ സാബത്തിൽ എന്തിനെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്നാണ് ചോദിച്ചത്? ഉത്തരം: കാളയെയോ കഴുതയെയോ. ഈ ചോദ്യം വേറെ വിധത്തിലും വരാം. കൂനിയായ സ്ത്രീയെ സാബത്തിൽ സുഖപ്പെടുത്തിയതിൽ കോപിച്ച സിനഗോഗാധികാരിയോട് യേശു എന്താണ് ചോദിച്ചത്? അങ്ങനെയും വരാവുന്നതാണ്. ചോദ്യം പൂരിപ്പിക്കുക. 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്നവളായ ഡാഷ് ഈ മകളെ സാമ്പത്തു ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഉത്തരം:
ഫില്ലപ്പ് വരുന്നത് അബ്രാഹത്തിന്റെ. ചോദ്യം: 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്ന യേശുവിന്റെ ചോദ്യം കേട്ട് ലജ്ജിതരായത് ആര്? ഉത്തരം: പ്രതിയോഗികൾ. ചോദ്യം: വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ഏറ്റവും അവസാനം സിനഗോഗിൽ പ്രവേശിച്ച് പ്രവർത്തിച്ച അത്ഭുതം എന്ത്? ഉത്തരം: കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തി. ചോദ്യം: 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്ന യേശുവിന്റെ ചോദ്യം കേട്ട് പ്രതിയോഗികൾ ലജ്ജിതരായി. എന്നാൽ യേശു ചെയ്ത മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചതാര്? ഉത്തരം: ജനക്കൂട്ടം മുഴുവൻ. ചോദ്യം: ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിക്കുന്നത്? ഉത്തരം: കടുകുമണിയോടും പുളിമാവിനോടും. ചോദ്യം: തോട്ടത്തിൽ പാകിയ കടുകുമണി വളർന്ന് മരമായപ്പോൾ അതിന്റെ ശാഖകളിൽ ചേക്കേറിയതെന്ത്? ഉത്തരം: ആകാശത്തിലെ പക്ഷികൾ. ചോദ്യം: എന്തുമാത്രം മാവ് പുളിക്കുവോളം ചേർത്തുവെച്ച പുളിപ്പ് പോലെയാണ് ദൈവരാജ്യം എന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം: 3 അളവ്. ചോദ്യം: ലൂക്കായുടെ സുവിശേഷത്തിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഏത് പട്ടണത്തെ ലക്ഷ്യമാക്കിയായിരുന്നു? ഉത്തരം: ജെറുസലേം. ചോദ്യം: കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ആര് ആരോട് ചോദിച്ചു? സന്ദർഭം ഏത്? ഉത്തരം: ഒരുവൻ യേശുവിനോട്. സന്ദർഭം: പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. ചോദ്യം: രക്ഷ പ്രാപിക്കാൻ എങ്ങനെയുള്ള വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ. ചോദ്യം: അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നതിനെ പറ്റി. ചോദ്യം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ എന്ന് യേശു അരുളി ചെയ്തത് ഏത് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്? ഉത്തരം: രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. ചോദ്യം: വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അനേകം പേർ എന്തു പറഞ്ഞ് വാതിൽ മുട്ടാൻ തുടങ്ങും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ. ചോദ്യം: വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് അകത്ത് പ്രവേശിക്കാൻ സാധിക്കാത്തവർ മുട്ടാൻ തുടങ്ങുമ്പോൾ വീട്ടുടമസ്ഥൻ അവരോട് എന്താണ് പറയുന്നത്? ഉത്തരം: നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന്. ചോദ്യം: അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നതിനെ പറ്റി. ചോദ്യം: പൂരിപ്പിക്കുക. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ ഡാഷ് നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരം: തെരുവുകളിൽ. ചോദ്യം: അകത്ത് പ്രവേശിക്കുവാൻ വേണ്ടി അനേകർ വാതിലിൽ മുട്ടുമ്പോൾ വീട്ടുടമസ്ഥൻ എന്തുകൊണ്ടാണ് അവരോട് തന്നിൽ നിന്ന് അകന്നു പോകുവാൻ പറയുന്നത്? ഉത്തരം: അവർ അനീതി പ്രവർത്തിക്കുന്നതുകൊണ്ട്. ചോദ്യം: ആരൊക്കെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യുന്നത്? ഉത്തരം: അബ്രഹാവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാർ. ചോദ്യം: ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്തു ഭാഗിക്കുന്നവനോ ആയി ആരു നിയമിച്ചു? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവനോട് യേശു. ചോദ്യം: പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കവുമായി വന്നവനോട് യേശു എന്തിൽ നിന്ന് അകന്നിരിക്കാനാണ് ആഹ്വാനം ചെയ്തത്? ഉത്തരം: എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന്. ചോദ്യം: സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് യേശു പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം: മനുഷ്യ ജീവിതത്തെപ്പറ്റി. ചോദ്യം: ഭോഷനായ ധനികൻ തനിക്ക് എന്തിന് സ്ഥലമില്ലല്ലോ എന്നാണ് ചിന്തിച്ചത്?
ഉത്തരം ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ. ചോദ്യം: ഭോഷനായ ധനികൻ എന്തു പൊളിച്ചാണ് കൂടുതൽ വലിയവ പണിയും എന്ന് ചിന്തിച്ചത്? ഉത്തരം അറപ്പുരകൾ. ചോദ്യം: ഭോഷനായ ധനികൻ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയാനുള്ള കാരണമെന്ത്? ഉത്തരം ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ചോദ്യം: മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് ബോധ്യമാക്കാൻ യേശു പറഞ്ഞ ഉപമയേത്? ഉത്തരം ഭോഷനായ ധനികന്റെ ഉപമ. ചോദ്യം: ഭോഷനായ ധനികൻ തന്റെ അറപ്പുരയിൽ എത്ര നാളത്തേക്ക് വേണ്ട വിഭവങ്ങളാണ് സംഭരിച്ചത്? ഉത്തരം അനേക വർഷത്തേക്ക്. ചോദ്യം: അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിച്ച ഭോഷനായ ധനികൻ തുടർന്ന് എന്ത് ചെയ്യുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം വിശ്രമിക്കാനും തിന്നു കുടിച്ച്. ചോദ്യം: അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിച്ച ധനികനായ ഭോഷനായ മനുഷ്യൻ വിശ്രമിക്കാനും തിന്നു കുടിച്ച് ആനന്ദിക്കാനും ആരോടാണ് പറയുന്നത്? ഉത്തരം സ്വന്തം ആത്മാവിനോട്. ചോദ്യം: ഭോഷനായ ധനികനോട് ദൈവം രാത്രിയിൽ എന്താവശ്യപ്പെടും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ആത്മാവിനെ അവനിൽ നിന്നും ആവശ്യപ്പെടും. ചോദ്യം പൂരിപ്പിക്കുക: ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഡാഷ് ആരുടേതാകും? ഫിലിപ്പ് ഒരുക്കി വച്ചിരിക്കുന്നത്. വചനമായി പറയുമ്പോൾ ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ചോദ്യം: തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെച്ച് സ്വയം സമ്പന്നനാകാതെ നാം എവിടെയാണ് സമ്പന്നനാകേണ്ടത്? ഉത്തരം ദൈവസന്നിധിയിൽ. ചോദ്യം: ജീവനെ പറ്റിയുള്ള മനുഷ്യന്റെ ആകുലത എന്ത്? ഉത്തരം എന്തു ഭക്ഷിക്കും എന്ന്. ചോദ്യം: എന്തിനു വേണ്ടിയാണ് ശരീരത്തെപ്പറ്റി നിങ്ങൾ ആകുലരാകേണ്ട എന്ന് യേശു പറയുന്നത്? ഉത്തരം എന്തു ധരിക്കും എന്നതിനെ പറ്റി. ചോദ്യം: എന്തു ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട എന്ന് യേശു അരുളി ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് എന്ന് സൂചിപ്പിക്കാനാണ്. ചോദ്യം: വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. ഇപ്രകാരം ലൂക്കാ സുവിശേഷത്തിൽ യേശു പറയുന്നത് ഏതു പക്ഷിയെ പറ്റിയാണ്? ഉത്തരം കാക്കകൾ. ചോദ്യം: ദൈവപരിപാലനെ പറ്റിയുള്ള പ്രബോധനത്തോട് ബന്ധപ്പെടുത്തി യേശു പറഞ്ഞ ഈ വചനം പൂരിപ്പിക്കുക. ഡാഷ് ഭക്ഷണത്തിനും ശരീരം ഡാഷിനും ഉപരിയാണ്. ഉത്തരം ജീവൻ. രണ്ടാമത്തെ ഫിലിപ്പ് വസ്ത്രത്തിനും. വചനമായി പറയുമ്പോൾ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ചോദ്യം പൂരിപ്പിക്കുക: ആകുലരാകുന്നത് കൊണ്ട് ഡാഷ് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഉത്തരം ആയുസ്സിന്റെ ദൈർഘ്യം. ചോദ്യം: ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ഇവിടെ യേശു പരാമർശിക്കുന്നത് എന്തു ചെയ്യുന്നതിനെ പറ്റിയാണ്? ഉത്തരം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുന്നത്. ചോദ്യം: സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. എന്തിനെ പോലെ? ഉത്തരം ലില്ലികളെ പോലെ. ചോദ്യം: ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമാണ് എങ്കിലും ദൈവം അവയെ പരിപാലിക്കുന്നുണ്ട്. എന്തിനെ? ഉത്തരം വയലിലെ പുല്ലിന്. ചോദ്യം: നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഏതെല്ലാം? ഉത്തരം എന്തു തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും. ചോദ്യം: എന്തിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് യേശു ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്ന് വിളിക്കുന്നത്? ഉത്തരം ദൈവ പരിപാലനയെക്കുറിച്ച്. ചോദ്യം: എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നുമെല്ലാം വിചാരിച്ച് അന്വേഷിച്ച് ആകുലരാകുന്നത് ആരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം ഈ ലോകത്തിന്റെ ജനതകൾ. ചോദ്യം: ഈ ലോകത്തിന്റെ ജനത എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നും വിചാരിച്ച് അത് അന്വേഷിക്കുന്നു. ശിഷ്യന്മാരോട് എന്ത് അന്വേഷിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം അവിടുത്തെ രാജ്യം. ചോദ്യം:
ചെറിയ അജഗണത്തിന് എന്തു നൽകാനാണ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നത്? ഉത്തരം രാജ്യം നൽകാൻ. പൂരിപ്പിക്കുക. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് ഡാഷ്. ഉത്തരം പ്രസാദിച്ചിരിക്കുന്നു.